നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്ന പല വീഡിയോകളിലെയും സത്യാവസ്ഥ നമ്മൾ ആരും അന്വേഷിക്കാറില്ല. എന്നാൽ അതുപോലെ തന്നെ ഇങ്ങനെ വൈറലാകുന്ന പല വീഡിയോകളും ചിലപ്പോഴെങ്കിലും വിമർശനങ്ങൾക്കും കാരണമാകാറുണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഫേസ്ബുക്കിലും വാട്സപ്പിലുമായി വൈറലായ ഒരു വീഡിയോ. ശ്രീലങ്കയിൽ 60 അടി നീളത്തിലുള്ള ഒരു കൂറ്റൻ വാൾ കണ്ടെത്തിയെന്നും ഇത് കുംഭകർണന്റേതാണെന്നാണ് ലങ്കൻ ആർക്കിയോളജിക്കൽ വകുപ്പ് സ്ഥിരീകരിച്ചുവെന്നും കാണിക്കുന്ന ഒരു വീഡിയോ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. എന്നാൽ ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണ് ശാസ്ത്ര പ്രചാരകനും പ്രഭാഷകനുമായ ശാസ്ത്രലോകം ബൈജുരാജ്. ഈയിടെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിലും ഇതിലാകെ 4 ഇമേജുകളാണ് കാണിക്കുന്നത്. ഇതിൽ പറയുന്നത് 60 അടി നീളവും 6 അടി വീതിയുമുള്ള അഷ്ടധായു വാൾ ശ്രീലങ്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാൾ കുംഭകർണൻ ഉപയോഗിച്ചതെന്ന് ശ്രീലങ്കൻ പുരാവസ്തു വകുപ്പ് സ്ഥിരീകരിച്ചുവെന്നും വീഡിയോ പറയുന്നു. ആദ്യമേ പറയട്ടെ, ഈ ഇമേജുകൾ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന്. എന്നാൽ ധാരാളം പേർ സംശയമായി ചോദിക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന 4 വാളുകളുടെ പടങ്ങൾ കുറച്ചു മാസമായി കാണുന്നതാണ്. എന്നാൽ ഇപ്പോൾ പോലും ഇതിന്റെ വീഡിയോകൾ ഇന്റർനെറ്റിൽ ലഭ്യമല്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് സംശയം ഉടലെടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ വീഡിയോയും ഇമേജുകളും കാണും. എന്നാൽ അങ്ങനെ ഒന്നുമില്ല. കൂടാതെ ഈ 4 വാളുകളും അതിനടുത്ത് നിൽക്കുന്ന ആളുകളെയും പരിശോധിക്കുകയാണെങ്കിൽ ആളുകളുടെ വലിപ്പത്തിനും കൈകളിലും കൈപ്പത്തിയിലുമെല്ലാം മിസ് മാച്ചിങ് കാണും. കൂടാതെ അവരുടെ മുഖത്തെ നിഴലുകളും മറ്റും കൃത്രിമമായി തോന്നുന്നുമുണ്ട്. ഈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അത് റിയൽ ആണോ എന്നറിയാം. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടിൽ പറയുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്, AI ഉണ്ടാക്കിയതാണ് എന്നും പറയുന്നുണ്ട്. കൂടാതെ ഫാക്ട് ചെക്കിലും ഇതിന്റെ റിസൾട്ട് കാണാം. ഇത് AI ജനറേറ്റ് ചെയ്ത ചിത്രമാണെന്ന് വ്യക്തമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഈ വ്യാജന് കടിഞ്ഞാലിട്ടിരിക്കുകയാണ് ശാസ്ത്ര പ്രചാരകനും പ്രഭാഷകനുമായ ശാസ്ത്രലോകം ബൈജുരാജ്. വെബ് ഡെസ്ക് തത്തുമൈ TV.